ഹായ്, ഇന്ന് ഹെററ്റിക് എന്ന പേരുള്ള ഒരു 2024 ഇംഗ്ലീഷ് റിലീസായിട്ടുള്ള ഒരു സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു ജോണറിൽ വരുന്ന സിനിമ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, ത്രില്ലർ സിനിമ ഞാൻ ഏത് ലാംഗ്വേജിൽ ഇറങ്ങിയാലും മലയാള സബ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണും. അപ്പോൾ ആ രീതിയിൽ ഹൊറർ, ത്രില്ലർ, മിസ്റ്ററി ആയിട്ട് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഹെററ്റിക്. ടീം ഗോട്ട് എന്ന് പറഞ്ഞ ടീം ടെലഗ്രാമിലെല്ലാം ഉണ്ട്, ഫേസ്ബുക്കിലെല്ലാം ഉണ്ട്. അവരെ റിലീസ് നമ്പർ 370 അവർ സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട് മലയാളം. ഇത് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 വിശ്വാസികളായ സിസ്റ്റർമാർ ഈ അവിശ്വാസികളും അല്ലെങ്കിൽ വിശ്വാസത്തിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരെ അവരെ ചർച്ചിൽ നിന്നിട്ട് അവരെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം അവരവർ വീട്ടിൽ പോയിട്ട് ഈ വിശ്വാസത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ തക്കതായ കഴിവുള്ള 2 സിസ്റ്റർമാർ ഒരാളെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആ വീട്ടിൻ്റെ അകത്ത് പോയതിന് ശേഷമുള്ള കഥയാണ് ഈ സിനിമ കൂടുതലും പറയുന്നത്. ഫസ്റ്റത്തെ 20 മിനിറ്റ് വെറും അവർ തമ്മിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ, കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യും. അതിന് ശേഷം അങ്ങോട്ടേക്ക് സിനിമ കാണാനൊരു മൂഡ് ഉണ്ടാവും. പിന്നെ ഒരു ഹാപ്പി എൻഡിങ് ഒന്നും പ്രതീക്ഷ ആരും കാണുമൊന്നും വേണ്ട. വലിയൊരു പ്രതീക്ഷയും കൊടുക്കാണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിളാണ്. പിന്നെ നല്ല ആക്ടിങ് ആയിരുന്നു ഇവരെ 3 നല്ല രസമുണ്ടായിരുന്നു ആക്ടിങ് കാണാൻ വേണ്ടിയിട്ട്. സബ് ടൈറ്റിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമേനെ പറ്റിയിട്ട് പറയുന്നതാണെങ്കിൽ, സ്ലോ ബേണായിട്ട് സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ നന്നായി ആസ്വദിച്ച് കാണാൻ പറ്റും. 20 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് വരെ എനിക്ക് സ്ലോ ബേൺ പടങ്ങൾ പൊതുവേ ഇഷ്ടമാണ്. എന്നാലും ആ ഫസ്റ്റ് ഒരു 20 മിനിറ്റ് എനിക്കൊരു ബ്ലായിട്ടാണ് തോന്നിയത്. അപ്പോൾ വേറെ കുറച്ച് ഫാസ്റ്റ് പേസ് ആയിട്ട് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ കാണാതിരിക്കലാണ് ബെറ്റർ. പിന്നെ ആക്ടിങ് സ്കില്ലെല്ലാം ആസ്വദിച്ച് കാണുന്നവർക്ക് നല്ല രസമുണ്ടാവും. സിസ്റ്റർമാരായിട്ട് വന്നതിൽ ഒരു സിസ്റ്റർ അഭിനയിച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഇപ്പോൾ മലയാളം സബ് ടൈറ്റിലും ഒറിജിനൽ പ്രിൻ്റ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക്സ്.